പ്രമേഹം പിടിപെട്ട് കുറെ കഴിഞ്ഞാൽ 50% പേരുടെ ശരീരത്തിന് അകാരണമായ വെയിറ്റ് ലോസ്, മസിൽ ലോസ്, ക്ഷീണം, തളർച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തുകൊണ്ടാണിത്? ഇതെങ്ങനെ പരിഹരിക്കുക എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവൃത്തികൾക്കും ഊർജ്ജം ആവശ്യമാണ്. ഓടുക, ചാടുക തുടങ്ങിയ പ്രവൃത്തികൾക്കും അതുപോലെ തന്നെ നമ്മളുടെ ലിവർ, കിഡ്നി, ബ്രെയിൻ തുടങ്ങിയിട്ടുള്ള അവയവങ്ങൾ പ്രവർത്തനം ഊർജ്ജം ആവശ്യമാണ്. ഈ ഊർജ്ജം എല്ലാം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ്. അങ്ങനെ ആഹാരം കഴിച്ച് ആഹാരത്തിനുള്ള ഊർജ്ജത്തെ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ്, നമ്മൾ വീണ്ടും ആഹാരം കഴിക്കും, ആഹാരത്തിന് ഊർജ്ജം കൊടുക്കും, ഇങ്ങനെ പ്രവർത്തിച്ചു പോണത്. ആഹാരത്തിൽ നിന്ന് വരുന്ന അധികമുള്ള ഊർജ്ജത്തെ 5% നമ്മൾ ബ്ലഡിൽ സ്റ്റോർ ചെയ്ത് വെക്കും. 20% നമ്മളുടെ ലിവറിൽ ഗ്ലൈക്കോജനാക്കി മാറ്റി സ്റ്റോർ ചെയ്ത് വെക്കും. ബാക്കിയുള്ളത് ഫാറ്റാക്കി മാറ്റി 75% നമ്മളുടെ മസിലുകൾക്കിടയ്ക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ ആഹാരം കഴിക്കാത്ത അവസരങ്ങളിൽ ഊർജ്ജത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത്. പ്രമേഹമുള്ളവരിൽ ഈ താളമെല്ലാം തെറ്റിപ്പോവും. ഇതിന്റെ പ്രധാന കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇതിന്റെ ഫലമായിട്ട് നമ്മൾ വയറു നിറച്ച് ആഹാരം കഴിച്ചാലും ആഹാരത്തിന് ശരീരത്തിനകത്തേക്ക് വരുന്ന ഊർജ്ജത്തെ, ഗ്ലൂക്കോസിനെ ശരീരത്തിന് പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ വരും. അത് മൂത്രത്തിലൂടെയോ മലത്തിലൂടെയോ ഒക്കെ പുറത്തു പോകും. പക്ഷെ ശരീരത്തിന് ഊർജ്ജത്തിന്റെ ആവശ്യമുണ്ട്. അത് നിറവേറ്റാൻ വേണ്ടി നമ്മളിലെ മസിലിൽ സംഭരിച്ചു വെച്ചുള്ള ഫാറ്റ് കൺവേർട്ട് ചെയ്തിട്ട് ഊർജ്ജമായിട്ട് വരും. പിന്നെ മസിൽ തന്നെ ഊർജ്ജമായി പരിവർത്തനപ്പെടും. ഇതിന്റെ ഫലമായിട്ടാണ് മസിൽ ലോസ് വരണത്. നമ്മളുടെ ശരീരം അകാരണമായിട്ട് ക്ഷീണിച്ചു പോണത്. ഇതിന്റെ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ഓടി നേരെ ഹോസ്പിറ്റലിൽ പോകും, മരുന്നുകൾ കഴിക്കും. അങ്ങനെ ഏത് ഹോസ്പിറ്റലിൽ പോയി ഏത് മരുന്ന് കഴിച്ചാലും ഇൻസുലിൻ റെസിസ്റ്റൻസ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ സാധിക്കില്ല. അത് കുറയ്ക്കാൻ വേണ്ടി നാച്ചുറൽ ആയിട്ടുള്ള മാർഗത്തിലൂടെ ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കാൻ സാധിക്കണം. അതുപോലെ അധികമായിട്ടുള്ള ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തെ, ഹൈപ്പർ ഇൻസുലൂമിയ എന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ സാധിക്കണം. ഇതിനാവശ്യമായിട്ടുള്ള ശരിയായ ഡയറ്റും ശരിയായ എക്സസൈസും എല്ലാം പഠിപ്പിക്കാൻ വേണ്ടി മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസവും ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് നടത്തി വരുന്നു. ധാരാളം ആളുകൾ ഈ കോഴ്സിൽ പങ്കെടുത്ത് വളരെ ഫലപ്രദമായിട്ട് പ്രശ്നത്തെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് സാധിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്.